മല്ലയുദ്ധത്തിൽ നിന്റെ ഗുരുനാഥൻ ഈ ബലരാമനാണ്. ഗുരുവിന്റെ മാനം കെടുത്തരുതേ. നീ അവന്റെ മുഷ്ടി തച്ചു തകർത്തോ. മല്ലയുദ്ധത്തിൽ നിന്റെ ഗുരുനാഥൻ ഈ കണ്ണനാണ്. ശ്രീരാമ വിജയിച്ചേ, ശ്രീരാമ വിജയിച്ചേ. പ്രഖ്യാപിക്കാൻ വരട്ടെ. 3 തവണ ഇടിച്ച് നിലത്തിട്ടെങ്കിൽ മാത്രമേ വിജയം ഉറപ്പാവുന്നുള്ളൂ. ഇതിപ്പോ 2 ആയിട്ടുള്ളൂ. എങ്കിൽ ഒരിക്കൽ കൂടി നമുക്ക് കൊമ്പ് കോർക്കാം. ധൈര്യമുണ്ടോ ദമന? ധൈര്യമുണ്ട്. ഇത്തവണ നിന്റെ എല്ലുകൾ ഞാൻ തവിട് പൊടിയാക്കിയിരിക്കും. എങ്കിൽ തുടങ്ങിക്കോ. എന്റെ ശിഷ്യൻ ശ്രീരാമ വിജയിച്ചേ, എന്റെ ശിഷ്യൻ ശ്രീരാമ വിജയിച്ചേ. കൃഷ്ണന്റെ ശിഷ്യനായ ശ്രീരാമാവാണ് ഇക്കൂട്ടത്തിൽ മല്ലയുദ്ധ പ്രവീണൻ. എന്നോട് മല്ലയുദ്ധം നടത്താൻ ഇനി ആരെങ്കിലും തയ്യാറുണ്ടോ? ഉണ്ടാവില്ല. എന്താ ജ്യേഷ്ഠ, നെഞ്ചൂക്കുള്ള ശിഷ്യന്മാരാരെങ്കിലും ഇനി അവശേഷിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ മല്ലയുദ്ധം അഭ്യസിപ്പിച്ച മറ്റൊരു ശിഷ്യനുണ്ട്. അവൻ ശ്രീരാമാവിനോട് ഏറ്റുമുട്ടുന്നതായിരിക്കും. ഏതാ ആ ശിഷ്യൻ? ശുപ്പാണ്ടി. കൊള്ളാം. ശുപ്പാണ്ടി ആവുമ്പോ മാംസമില്ലല്ലോ, എല്ലല്ലേ ഉള്ളൂ. തച്ച് തകർക്കാൻ എന്തെളുപ്പം. ശുപ്പാണ്ടി എവിടെ പോയി? ഇപ്പൊ നമ്മോടൊപ്പം ഉണ്ടായിരുന്നല്ലോ. അതിനു മുമ്പ് എങ്ങോട്ട് പോയി? എന്നോട് ഏറ്റുമുട്ടേണ്ടി വരുമെന്നറിയാം. പാവം ശുപ്പാണ്ടി പേടിച്ച് മണ്ടിക്കളഞ്ഞതാ. ശുപ്പാണ്ടി അവന്റെ പാട്ടിന് പോട്ടെ. പാടില്ല. കളി വേറെ, കാര്യം വേറെ. ശുപ്പാണ്ടി നമ്മുടെയൊക്കെ ആത്മമിത്രമല്ലേ കൂട്ടരെ. വരിൻ, അന്വേഷിക്കാം. ശുപ്പാണ്ടി, 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 ശുപ്പാണ്ടി. ശുപ്പാണ്ടി, ഇതെവിടെ പോയി? ശുപ്പാണ്ടി, ശുപ്പാണ്ടി, ശുപ്പാണ്ടി. എന്ത് പറ്റി ശുപ്പാണ്ടി? എന്താ ഇവിടെ ഇരിക്കുന്നത്? എനിക്ക് മനസ്സുണ്ടായിട്ട് നീ ആരാ ചോദിക്കാൻ? ഞാനൊരു കോമാളിയല്ലേ, എനിക്ക് ആരുടെയും കൂട്ട് വേണ്ട. ശുപ്പാണ്ടിയുടെ പരിഭവിച്ച മുഖം കാണാൻ നല്ല ചന്തമല്ലേ? ഓ, എല്ലാരും പോയിക്കോ. കള്ളന്മാര്, സ്നേഹമില്ലാത്തവന്മാര്. ഒരുത്തനെ ശുപ്പാണ്ടിക്ക് കാണണ്ട. ആരും അടുത്തു പോകരുത്. ശുപ്പാണ്ടി, എന്റെ പ്രിയപ്പെട്ട തോഴനല്ലേ? എന്നും കളിയിൽ നമ്മൾ ഒരു പക്ഷക്കാരുമാണല്ലോ. പറയൂ ശുപ്പാണ്ടി, എന്താ ഈ പിണക്കത്തിന് കാരണം? ശുപ്പാണ്ടി, വൃന്ദാവനത്തിൽ വന്ന മേദിനിയുമായിട്ടുള്ള കല്യാണം നടത്തി തരാമെന്ന് ഈ കണ്ണൻ എനിക്ക് വാക്ക് തന്നതാ. ഇപ്പൊ നാളെ എത്രയായി? മേദിനിക്ക് കാത്തിരിക്കാൻ വയ്യത്രേ. സംഗതി ഇത്രേ ഉള്ളോ? എന്താ നിസാരായിപ്പോയോ? എന്റെ പ്രായത്തിലുള്ളവരൊക്കെ 3-4 കുഞ്ഞിക്കാല് കണ്ടു കഴിഞ്ഞു. നിന്റെ ഒരു കുഞ്ഞിക്കാല് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് മരിക്കാനുള്ള യോഗം ഉണ്ടാവുമെന്ന് ചോദിച്ചുകൊണ്ട് എന്റെ മുത്തശ്ശി ഒറ്റ കരച്ചിലാ. സങ്കടം കൊണ്ട് ഞാൻ ആകാശത്തോളം താണുപോയി. ആകാശത്തോളം താഴുകയാണോ? പൊങ്ങുകയല്ലേ? ആകാശത്തോളം താഴുമെന്ന് പറയാനേ എനിക്ക് മനസ്സുള്ളൂ. നീ പോ. കണ്ണാ, വാക്ക് പറഞ്ഞ പാലിക്കണ്ടേ? ശുപ്പാണ്ടിയും മേദിനിയും തമ്മിലുള്ള വിവാഹം ഉടനെ നടത്തി കൊടുക്കണം. പാവ ശുപ്പാണ്ടി സമയത്തിന് വിവാഹം കഴിക്കാത്തോണ്ടങ്ങ് ശോഷിച്ചു പോയി. മേദിനിയെ മറ്റൊരാൾ സ്വന്തമാക്കുന്നതിന് മുമ്പ് അതങ്ങ് നടത്തി കൊടുക്ക് കണ്ണാ. ശരി. ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഇന്നേക്ക് 15-ാം നാൾ ശുപ്പാണ്ടിയും മേദിനിയും തമ്മിലുള്ള വിവാഹം നാം നടത്തിക്കൊടുക്കുന്നു.
മേദിനിയെ പോലെ സുന്ദരിയായ ഒരു പെണ്ണ് ധർമ്മപത്നിയായി വരാൻ പോവല്ലേ? ഒന്ന് ചിരിക്കു ശുപ്പാണ്ടി. ശുപ്പാണ്ടി, നമ്മുടെ പക്ഷത്തെ ദമനനെ മുഷ്ടയുദ്ധത്തിൽ ശ്രീതാമാവ് തോൽപ്പിച്ചിരിക്കുന്നു. എന്താ ശുപ്പാണ്ടിക്ക് ശ്രീതാമാവുമായി ഒരു കൈ നോക്കിക്കൂടെ? ഞാനില്ല, മുഷ്ടിയുദ്ധം നടത്തി എല്ലെങ്ങാനും ഒടിഞ്ഞാ പിന്നെ കല്യാണം കഴിക്കുന്നത് എങ്ങനെ? ജ്യേഷ്ഠ, ബലമുള്ള രാമനായതുകൊണ്ടല്ലേ ജ്യേഷ്ഠന് ബലരാമൻ എന്ന പേര് വന്നത്? എന്താ ജ്യേഷ്ഠന് ശ്രീതാമാവുമായി ഒരു കൈ നോക്കിക്കൂടെ? അഞ്ച, എന്റെ ബലം താങ്ങാനുള്ള ശക്തിയൊന്നും ശ്രീതാമാവിനില്ല. ഈ കൂട്ടത്തിൽ ആർക്കും ഇല്ല. കൂട്ടരെ, എന്റെ അസാമാന്യമായ ബലം എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരവസരം കാത്തിരിക്കുകയാണ് ഞാൻ. എന്നാൽ വഴിയുണ്ട്. ഇവിടെ അടുത്ത് താലവനം എന്നൊരു വനമുണ്ട്. അവിടെ കൂറ്റൻ കരിമ്പനമേൽ പനമ്പഴം കുലകുത്തി കിടപ്പുണ്ട്. പന പിടിച്ചുലച്ച് പഴമിട്ടാൽ നിന്റെ ശക്തി തെളിയിക്കാമല്ലോ. അത് കൊള്ളാം. നമുക്ക് പതിയാവോളം പനമ്പഴവും തിന്നാം, ബലരാമന്റെ ശക്തിയും കാണാം. നമുക്ക് താലവനത്തിലേക്ക് പോവാൻ കാണാം. പോകാം. കൂട്ടരെ, ഈ താലവനം ധേനുകൻ എന്നൊരു അസുരന്റെ വകയാ. ധേനുകനെ അറിയോ? പൈക്കളെ പിടിച്ച് തല പിച്ചിയെറിഞ്ഞ് തോല് പൊളിച്ച് മാംസം തിന്നുന്നോനാ ധേനുകൻ. ഒരേ സമയം 5 പൈക്കളുടെ മാംസം വരെ ഒറ്റ ഇരിപ്പിന് തിന്നു തീർക്കും. ഞാൻ കണ്ടിട്ടുള്ളതാ. താലവനത്തിൽ പോയാ ശരീരത്തെ മാംസവുമായി തിരിച്ചു വരാൻ പറ്റില്ല. ഞാനില്ല, ഞാൻ മടങ്ങിപ്പോവാ. ശരീരത്ത് മാംസമില്ലാതെ തിരിച്ചു വന്നാ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഞാനുമില്ല കൂട്ടരെ. ശക്തി പരീക്ഷിക്കാൻ ഒരു അവസരം കിട്ടിയാൽ യോദ്ധാവ് ഭയന്ന് പിന്മാറാൻ പാടില്ല. ഞാൻ താലവനത്തിലേക്ക് പോകുന്നു. അനുജൻ വരുന്നോ? ജ്യേഷ്ഠന്റെ ശക്തി പ്രകടനം കാണാൻ അനുജന് കൊതിയുണ്ടാവുമല്ലോ. ഞാനും വരുന്നു. രാമന്റെയും കൃഷ്ണന്റെയും ശക്തി എന്താണെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയവരല്ലേ കൂട്ടരെ? കളിക്കൂട്ട് സംഘം എല്ലാ കാര്യത്തിലും ഒരുമിച്ച് നിൽക്കണം. നമുക്ക് പോകാം.